ഹലോ, ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. ഡേ ഇൻ മൈ ലൈഫിൽ ഇന്നൊരു കല്യാണം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു കളറായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എങ്ങനെ കണ്ടാലോ. നമ്മൾ കുഞ്ഞ് എണീറ്റിട്ടുണ്ട് കേട്ടോ. പക്കത്തിൽ ഇറങ്ങണ്ട പ്രായമൊക്കെ തുറക്കുന്നത്. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കുളി കഴിഞ്ഞില്ലേ? കുളി കഴിഞ്ഞില്ലേ? കുളിച്ച് കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ കരയുന്നു. കുളിച്ചു പറ കുളിച്ച് കഴിഞ്ഞാണ് അവൻ ഇങ്ങനെ കരയുന്നു ഗൈസ്. കുളിക്കാൻ ഭയങ്കര മടിയാണ് ഗൈസ് അവന്. കുളി കഴിഞ്ഞാ ജയിൻ്റെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എണീറ്റ് വരുമ്പോഴത്തേക്കും ഉമ്മ നൂൽപ്പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലായതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പോവുക, ഇരിക്കുക, കഴിക്കുക, അത്രയേ ഉള്ളൂ പണി. അങ്ങനെ ഞങ്ങൾ കഴിക്കാനിരുന്നു. അവനും കൊടുത്ത് ഞാനും കഴിക്കണം കേട്ടോ. പിന്നെ എന്തൊരു കല്യാണം ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ കാലത്ത് എനിക്ക് കുളിയും നനയൊക്കെ പാസ്സാക്കിയിട്ട് തത്രപ്പാടിൽ ഒരുങ്ങുന്നത്. അല്ലെങ്കിൽ വൈകുന്നേരം ആവും കേട്ടോ കുളിക്കാൻ വീട്ടിലായതുകൊണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതേ കുട്ടിപ്പട്ടാളൊക്കെ എണീറ്റ് വന്ന് കുളിയും നനയൊക്കെ കഴിഞ്ഞ് അവരും കഴിക്കലൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കല്യാണത്തിന് പോകാൻ. ഇതാണ് കേട്ടോ എൻ്റെ ചെറിയ അനിയത്തിയുടെ മക്കളാണ് കേട്ടോ. ആ 2 പെൺകുട്ടികളെ 2 ആൺകുട്ടികളെ. എനിക്കും അവൾക്ക് 2 പെൺകുട്ടികളാണ്. പിന്നെ നമ്മുടെ ലുട്ടാപ്പി കരഞ്ഞ് അലമ്പാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു വീഴ്ചയൊക്കെ കഴിഞ്ഞ് നെറ്റൊക്കെ കണ്ടോ മുഴച്ചിരിക്കണം. അതുകൊണ്ട് നല്ല കരഞ്ഞ് ഭയങ്കര സീനായിട്ടിരിക്കുകയാണ്. പിന്നെ ഇവർ ഈ കാണുന്ന സ്നേഹമൊന്നും കാണണ്ട. കുറച്ച് കഴിഞ്ഞാൽ അടി പിടി ബഹളം, ഇവിടെ ഗുണ്ടായിസായിരിക്കും ഗൈസ്. ഭയങ്കര രസമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും അടിയും പിടിയും ബഹളമൊക്കെ ആണെങ്കിലും എല്ലാവരും ചേർന്ന് ഭയങ്കര രസമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും ഒക്കെയും റെഡി ആയിട്ടുണ്ട്. ഉണ്ടായിരുന്നു. എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതാണ് കേട്ടോ എൻ്റെ സിസ്റ്റർ. കണ്ടു കഴിഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ മൂത്തതാണെന്ന് തോന്നുമെങ്കിലും എൻ്റെ ഇളയതാണ് ഗൈസ്. അങ്ങനെ അവളും റെഡിയായി. ഞങ്ങളെല്ലാവരും റെഡിയായി പോകാൻ വേണ്ടി വണ്ടിയിലൊക്കെ കയറിയിട്ടോ. ഇനി ഒരു തരി ഉറുമ്പിന് കയറാൻ സ്ഥലമല്ല, അത്രയ്ക്കും കുത്തിത്തിരക്കി തിങ്ങിന് ഇരിങ്ങിയിട്ടാണ് പോണത്. അങ്ങനെ അവിടെ എത്തുമ്പോഴേക്കും ആൾ നല്ല സുഖമായി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ എത്തിയ ശേഷമാണ് കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ ബ്രദറാണ് കേട്ടോ. ഒരമ്മ പറ്റ മക്കളല്ലെങ്കിലും ഞങ്ങൾ അത്രയ്ക്കും ഡീപ്പാണ് കേട്ടോ. എൻ്റെ എല്ലാത്തിലും കൂടെ നിൽക്കുന്ന ഒരു ബ്രദറാണ്. അങ്ങനെ ഞങ്ങൾ ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച്. ഒരു ഐസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ന്യൂസ്റ്റ് ഉണർത്തുന്ന ഐസായിരുന്നു. പക്ഷെ കഴിച്ചപ്പോൾ തന്നെ എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. ഒരു സേമിയൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര ഒരു ഉപ്പ് രസമൊക്കെ ഉണ്ട്. അങ്ങനെ കുട്ടിപ്പെട്ടവളൊക്കെ ഐസ് കഴിക്കണത് അവൾ കഴിക്കണേ, മറ്റാൾ നോക്കി വെക്കണേ. അവൾ കഴിച്ചിട്ട് അവൾക്ക് ഇഷ്ടമാവാതെ മാറ്റി വെച്ചാണ്. അങ്ങനെ ദേവരുണ്ടല്ലോ ഭയങ്കര മല്ലന്മാരാണ് കേട്ടോ. തമ്മി നേർക്കുന്നേര് കണ്ടാൽ ഭയങ്കര വഴക്കാണ് അവർ. ഇതെൻ്റെ ബ്രദറിൻ്റെ മോളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെയും വീണ്ടും പോയി ഐസൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഫാമിലിയോടെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര കളറാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതെൻ്റെ ബ്രദർ, എനിക്കിഷ്ടപ്പെട്ട ബ്രദറിനെ പോലെ തന്നെ സയ്യനും ഇഷ്ടപ്പെട്ട മ്യാമനാണ് കേട്ടത്. അവനെ നന്നായി കെയർ ചെയ്യും. അതുകൊണ്ട് മാമ എന്ന് പറഞ്ഞാൽ ഭയങ്കര പിറകെ നടക്കുന്ന ഒരു സ്വഭാവമാണ് കേട്ടോ. എനിക്ക് മാമനെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കൊക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബ്രദറില്ലെങ്കിൽ എന്താ, എന്നെ കെയർ ചെയ്യാനായിട്ട് ഒരുപാട് ബ്രദേഴ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ എപ്പോഴെങ്കിലും കാണുന്നൊരു ബന്ധമല്ല, ഞങ്ങൾ അടുത്തടുത്ത് വീടാണ്. അതായത് എൻ്റെ വീടിൻ്റെ അടുത്താണ്. അതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമാണ്. അതുകൊണ്ട് എപ്പോഴും കാണുന്ന ഫീലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾക്ക്. ഞങ്ങളുടെ ജനറേഷൻ കഴിഞ്ഞാൽ അടുത്ത ജനറേഷൻ ഇതവരാണ്. ചെക്കനും പെണ്ണും ഫുഡൊക്കെ കഴിക്കാൻ പോയപ്പോൾ ഞങ്ങൾ മൊത്തം സ്റ്റേജ് അങ്ങ് ഭരണം കയ്യിലാക്കിയിട്ടാണ്. ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ മുതലാക്കാൻ പറ്റുമോ അത്രത്തോളം ഞങ്ങൾ മുതലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാൻ. പക്ഷെ എനിക്ക് മഴക്കാലം തീരെ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ അടുത്തുറക്കം അവന് ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വീടെത്തിയിരിക്കുന്നു ഗൈസ്. വീടെത്തി എനിക്ക് ക്യാമറ വരില്ല എന്നിട്ടാണല്ലോ. അപ്പോൾ കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ക്യാമറ വരില്ല എന്നാണ്. ഞങ്ങൾ മേലൊക്കെ കഴിക്കും, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് ഞങ്ങൾ കുളിച്ചിട്ട്.